ഹലോ, വെൽക്കം. നമ്മുടെ അടുത്ത ലെസണിലേക്ക് വെൽക്കം. ഇത് ക്ലാസ് 8 इकाई 5 का एक चैप्टर है। खूबसूरत अनुभूति है एवरेस्ट, संतोष यादव में से मनीष कुमार सिन्हा की बातचीत। उनको चैप्टर लोट कड़का। माउंट एवरेस्ट की चोटी पर 2 बार पहुंचने वाली भारत की पहली महिला। पर्वतारोही संतोष यादव का बचपन अन्य बच्चों की तुलना में कुछ हटकर रहा। माउंट एवरेस्ट की चोटी पर 2 बार, മൗണ്ട് എവറസ്റ്റിന്റെ ചോട്ടിയില് ഏറ്റവും അറ്റത്തെ ചോട്ടി എന്ന് പറയുമ്പോൾ सबसे ऊंची जगह, ഓക്കെ, ഏറ്റവും മുകളിൽ എത്താൻ പറ്റിയ ഭാരതീയ മഹിള, 2 बार पहुंचने वाली भारतीय महिला ആരാണ്? पर्वतारोही ആരാണ്? സന്തോഷ് യാദവ്. का बचपन അവന്റെ കൊച്ചുകാലം വേറെ കൊച്ചുങ്ങളേക്ക് കമ്പാരിഷൻ തുലനാമേ കുച്ച് ഹട്ട്കർ था കമ്പയർ ടു അതർ ചിൽഡ്രൻസ്. അവരെ വേറെ പിള്ളേരെ നമ്മള് നോക്കുമ്പോൾ ഇവളുടെ ലൈഫ് വേറെയായിരുന്നു. ബച്പൻ സെ ഹി വ നിഡർ രഹി. ചെറുപ്പത്തിലെ ഒരു പേടിയില്ലായിരുന്നു. ഡറിന്റെ ഓപ്പോസിറ്റ് ആണ് നിഡർ. നിഡർ മത്ലബ് ഹിമ്മത്ത് വാല, ധൈര്യമുള്ള ആള്, पेड़ीला। किसी भी चीज को जानने की उसकी जिज्ञासा हमेशा उसके अंदर बलवती रहती और बर्फ से ढकी चोटियों को समझने की जिज्ञासा ने उन्हें एक दिन माउंट एवरेस्ट की चोटी पर पहुंचा दिया। बचपन से किसी भी चीज को जानने की उसकी जिज्ञासा, എന്ത് കാര്യം അറിയേണ്ട ഒരു ജിജ്ഞാസയുണ്ട്. ജിജ്ഞാസ മീൻസ് നമ്മുടെ ആഗ്രഹം, നമ്മുടെ മനസ്സിലെ ഒരു ആഗ്രഹം, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള ആഗ്രഹം. ഹമേഷ ഉസ്കെ അന്തർ മേ രഹതി थी. അതിന്റെ അവളുടെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ ഭയങ്കര ഒരു ഉത്സാഹമായിരുന്നു, ഒരു ആഗ്രഹമായിരുന്നു. ഓർ ബർഫ് കി ഢക്കി ചോട്ടിയോ കോ സമझने, ബർഫ് കൊണ്ട്, ഈ മഞ്ഞുകൊണ്ട് ഇങ്ങനെ മൂടി കിടക്കുന്ന ഈ മലകളെ പറ്റിയിട്ട് അവൾക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടമാണ് അവളെ അവിടെ വരെ എത്തിച്ചത്. आपका बचपन कैसा रहा? How was your ചൈൽഡ് ലൈഫ് ഓർ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ചെറുപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? बहुत शरारती थी लेकिन फिर अचानक शांत हो गई. बहुत शरारती थी लेकिन अचानक शांत हो गई. पिताजी के आर्मी में होने के कारण मेरा ज्यादातर बचपन दादी के साथ बीता. അപ്പോ പിതാജി ആർമിയിലായിരുന്നു, അതുകൊണ്ട് ജ്യാദാത്തർ ബച്പൻ, മോസ്റ്റ്ലി ചെറുപ്പം എല്ലാം അച്ഛന്റെ അമ്മയുടെ അടുത്തായിരുന്നു. അച്ഛൻ്റെ അമ്മേനെ വരെ ദാദിക്ക് साथ बीता और मैं अपनी दादी की लाडली थी. ദാദിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കൊച്ചുമോളെ. 5 भाइयों के बीच अकेली होने के कारण मुझे अपने भाइयों का भी भरपूर प्यार मिलता था. 5 ആങ്ങളമാർക്ക് ഒരു പെങ്ങളായിരുന്നു, അതുകൊണ്ട് ഭയങ്കര സ്നേഹമായിരുന്നു. और पूरे घर में मैं चहकते रहती थी. വീട് നിറയെ ഓടിച്ചാടി നടക്കുന്ന ഒരു കൊച്ചായിരുന്നു. आज मुझे महसूस होता है कि जिस बच्चे को घर में अच्छा प्यार मिलता है वह किसी भी क्षेत्र में अच्छा कर सकता है. അത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. വീട്ടിലൊരു നല്ല സ്നേഹം കിട്ടുന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിൽ എത്താം. पढ़ाई लिखाई कैसी हो रही? 2 कमरे का मेरा स्कूल था और मेरी कक्षा में सिर्फ 4 बच्चे थे. 2 റൂമിന്റെ ഒരു സ്കൂളും 4 പിള്ളേരും. बैठने के लिए घर से बोरी लेकर जाते थे. ഇരിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ചാക്ക് കൊണ്ടുപോയിരുന്നു. बोरी मीन्स सैक, ചാക്ക്. एंड कभी बरसात हो जाती तो उसे ही ओढ़ लेते थे. പിന്നെ മഴ എങ്ങനെ പെയ്യാൻ തുടങ്ങുമ്പോൾ ഈ ചാക്ക് തന്നെ തലയിലേക്ക് വെച്ചിട്ട് മഴ നനയാതിരിക്കും. 5वीं कक्षा तक मैंने गांव के स्कूल में ही पढ़ाई की. 5ാം ക്ലാസ് വരെ ഞാൻ ഗാവിലെ സ്കൂളിൽ തന്നെ പഠിച്ചത്. फिर मैं नजदीक के ही कस्बे में जाने लगी. പിന്നെ അടുത്തൊരു ഏരിയയിൽ പോകാൻ തുടങ്ങി. वहां मैंने 8वीं तक की पढ़ाई की और दिल्ली आ गया. അവിടെ 8 വരെ പഠിച്ചിട്ട് പിന്നെ ഡൽഹിയിൽ വന്നു. 14 वर्ष की उम्र से ही शादी करने का दबाव दिया जाने लगा, जिससे बचपन के लिए मैं अपने माता पिता से दूर हॉस्टल में रहकर पढ़ाई करने लगी. 14 വർഷം തൊട്ടേ കല്യാണത്തിന്റെ കാര്യമൊക്കെ പ്രഷർ ചെയ്യാൻ തുടങ്ങി. കല്യാണം കഴിക്കുന്ന മതമായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് मैं अपने माता पिता से दूर हॉस्टल में रहकर पढ़ाई करने लगी. ഹോസ്റ്റലിലേക്ക് നിന്ന് പഠിക്കാൻ തുടങ്ങി. हिमालय पर चढ़ने के प्रेरणा कब और कैसे मिली? मैं बचपन से ही बहुत जिज्ञासु थी. ഭയങ്കര ഒരു ഉത്കണ്ഠ അകത്തുള്ള ഒരു കൊച്ചായിരുന്നു. ഈ ജിജ്ഞാസ മേരി പ്രേരണ ബനി. ഇത് തന്നെ എല്ലാ കാര്യങ്ങളും അറിയാനുള്ള ഒരു ഇതായിരുന്നു, ആഗ്രഹമായിരുന്നു ഭയങ്കരമായിട്ട്. ബർഫ് സെ ഢക്കെ പഹാടോ പർ ചढ़ने की जिज्ञासा बहुत पहले से. ഈ ബർഫ് ഇങ്ങനെ മൂടി കിടക്കുന്ന ഈ മഞ്ഞ് മലയുടെ മുകളിൽ കയറാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. कॉलेज के दौरान एक प्रशिक्षण शिविर में जब हिमालय देखने गई थी तब ही मुझे यह संयोग प्राप्त हुआ. അപ്പോൾ
कॉलेज के दौरान കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ प्रशिक्षण शिविर में ഇങ്ങനെ ക്യാമ്പിനൊക്കെ പോകുമ്പം ഒരു വശം ഹിമാലയ देखने गई तब ही मुझे हिमालय കാണാൻ പോയി അപ്പോഴായിരുന്നു അങ്ങനത്തെ ഒരു അവസരം കിട്ടിയത് क्या परिवार की तरफ से कोई अड़चन हुई पिताजी ने अचंभे में पड़ गए कि यह कौन सा भूत सवार हो गया है पिताजी की ടെൻഷൻ ആയി क्या परिवार की तरफ से कोई അടച്ചൻ हुई വീട്ടുകാരോട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരാണ് പിതാജി ने अचंभे में पड़ गए कि यह कौन सा भूत सवार हो गया അവളുടെ അച്ഛനാണെങ്കിൽ ടെൻഷൻ ആയി തുടങ്ങി ഇതേത് प्रांता गले घेरी कौन सा भूत सवार हो गया परिवार के लोग सोचने लगे कि यदि हाथ पे टूट गया तो शादी कैसे होगी कहीं कल उड़ दी कहीं कल उड़ दी कल्याण गाँव के लोग क्या कहेंगे गाँव आൾക്കാർ എന്ത് പറയും लेकिन मेरी जिद के कारण अंत में उन्हें मानना पड़ा പക്ഷേ അവളുടെ വാശി കാരണം അവർക്ക് സമ്മതിക്കേണ്ടി വന്നു മോണ്ടെസ്റ്റോറി चढ़ने की अनुभूति हमें बताएं बहुत ही अलग था മോണ്ടെസ്റ്റോ കേറേണ്ട എക്സ്പീരിയൻസ് എന്തുണ്ടായിരുന്നു ചോദിക്കുക അനുഭൂതി എന്തായിരുന്നു ഫീലിങ്സ് എന്താ മനസ്സിലായത് അപ്പം പറയുന്നതാണ് बहुत ही अलग था जब मैं टॉप पर पहुंची तो भावात्मक रूप से मैं शून्य हो गई മുകളിൽ എത്തിയപ്പം भावात्मक रूप से ഒരു ഫീലിങ്സ് ഇല്ലാണ്ട് ഒരു സീറോ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു ना किसी प्रकार की खुशी थी ना कोई गम वाकी टॉकी फोन से जरिए मुझे सूचना दी गई कि मैं एवरेस्ट पर पहुंच गई हूँ അവിടെ എത്തിയപ്പോ സന്തോഷവും ഇല്ലായിരുന്നു ദുഃഖവും ഇല്ലായിരുന്നു ഒന്നും മനസ്സിലായിരുന്നു ഒരു ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആയിരുന്നു वाकी टॉकी फोन से അന്നത്തെ കാലത്തെ ഇതിലെന്ത് जरिए से मुझे सूचना दी गई कि അവള് എവറസ്റ്റ് എത്തി കഴിഞ്ഞു जब मैं 2-4 कदम पीछे थी तभी मेरी आत्मा ने कहा कि यह मैं क्या करने जा रही हूँ കുറച്ചു നേരം ബാക്കിയുള്ളപ്പോൾ അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നേ അവളുടെ ആത്മാവ് പറയുന്നുണ്ടായിരുന്നേ ഇത് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് कितना डर लगा किस तरह के जीव जंतु देखने को मिले कोई डर नहीं लगा ഒരു പേടിയും ഇല്ലായിരുന്നു कभी कभी सुनने को मिलता था कि कैंप में स्नो बियर आया था എപ്പോഴും കേട്ടിട്ടുണ്ട് ക്യാമ്പ് കെട്ടിയിട്ട് രാത്രി ഉറങ്ങണ നേരത്ത് സ്നോ ബിയർ വന്നു അത്രേ ഉള്ളൂ लेकिन मेरे सामने एक बार भी नहीं हुआ അവന്റെ മുമ്പിൽ അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല स्नो लेपर्ड माउंटेन गोट जिससे बरल कहा जाता है देखने को मिला അപ്പോൾ സ്നോ ലെപ്പേർഡും മൗണ്ടൻ ഗോട്ടിനെ ഒക്കെ കാണാൻ കിട്ടി एक सफल पर्वतारोही के लिए किन गुणों की आवश्यकता होती है यह न सिर्फ एक पर्वतारोही के लिए बल्कि हर एक अच्छे इंसान के लिए जरूरी होता है कि वह संतुलित दिमाग वाला और संयम वाला हो അപ്പോൾ ഇതൊരു പർവ്വത കയറുന്ന ആളല്ല എല്ലാ മനുഷ്യർക്കും നമുക്കൊരു ഒരു കോൺസെൻട്രേഷൻ വേണം സന്തുലിത് ദിമാഗ് എന്ന് പറയുമ്പോൾ ഒരു ഒരു സമാധാനമായിട്ടുള്ള ഒരു ഓർമ്മ ഇത് വേണം ദിമാഗ് വേണം ആലോചന ശക്തിയിൽ സമാധാനവും ഒരു കാം ആൻഡ് ക്വൈറ്റ് സ്വഭാവമാണ് സംയമല്ല ഒരു എല്ലാത്തിനും ഒരു ക്ഷമ വേണം അതിനാണ് ഈ പറയുന്നത് ഇൻസാൻ का यह गुण उसे हर स्थिति में अच्छा काम करने में मदद करना അപ്പോൾ ഈ ക്ഷമയും ഈ കാം ആൻഡ് ക്വൈറ്റ് നേച്ചറുള്ളവരെ ഇങ്ങനത്തെ ഈ സ്വഭാവരെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യും किसी भी परिस्थिति में आप अपने आप को ढाल सकेंगे ഏത് സിറ്റുവേഷൻ വന്നാലും നമുക്കത് നേരിടാൻ പറ്റും നമുക്കത് ജീവിച്ച് ജയിക്കാൻ പറ്റും यही गुण काफी होता है ബാക്കി സഭി ഗുൺ भी इससे जुड़े होते ഈ ഗുണാണ് ഏറ്റവും ആവശ്യം പിന്നെ വേറെ നല്ല കാര്യങ്ങളൊക്കെ വേണം अब आपका अगला लक्ष्य क्या है अगर मौका मिले तो फिर कहाँ जाना चाहेंगे मेरे लिए ഇന്നിപ്പോ അടുത്ത ലക്ഷ്യം എന്താ എവിടെ പോവാൻ ആഗ്രഹിക്കുന്നേ मेरे लिए जो अनुभव था उसे मैंने प्राप्त कर लिया എനിക്കുള്ള എന്താണ് എനിക്ക് വേണ്ടത് അത് ഞാൻ പ്രാപ്തി ചെയ്തു കഴിഞ്ഞു अब मेरा कल्पना समाज को खुश देखना ഇനി ലോകത്ത് സന്തോഷത്തോടെ കാണണം എന്നൊരു ആഗ്രഹം ലക്ഷ്യം यही है कि സഭി के चेहरे पर खुशी दिखे और यह धरती സ്വർഗ്ഗക്കല എല്ലാവരായിട്ടും സന്തോഷമായിട്ടിരിക്കണം ഈ ലോകം ഒരു സ്വർഗമാണെന്നാണ് അടുത്ത ആഗ്രഹം എന്ന് പറയാം അപ്പോൾ നല്ല ചാപ്റ്റർ ആയിരുന്നു കൈ ഭാഷയിലെ ചാപ്റ്റർ ആയിരുന്നു ഐ ഹോപ്പ് യു കൻ അണ്ടർസ്റ്റാൻഡ് ദ ചാപ്റ്റർ വെൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും പ്ലീസ് കമന്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ പിന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു